തമ്പുരാൻ അറിയാം ഞാൻ ഏത് കൊല്ലത്തിലെ വീട്ടിൽ പോകാൻ പോകുന്നത്. സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന ആരാണ് വണ്ടി എനിക്ക് ബ്രേക്ക് ചെയ്തിരുന്നത് അവർക്ക് ഞാൻ 5000 കൊടുക്കും. ഞാനിന്ന് കേരളത്തിലെ റോഡിലാണ് അഭ്യാസം കാണിക്കാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ സീബ്ര ലൈനിൽ കൂടെ ക്രോസ് ചെയ്യാൻ പോവാ. എനിക്ക് ആരാണോ വണ്ടി ബ്രേക്ക് ചെയ്തിരുന്നത് അവർക്കാണ് ഞാൻ ക്യാഷ് കൊടുക്കാൻ പോകുന്നത്. കാലെടുത്ത് വെച്ചതും ലോറി ഒരു ഒറ്റ പോക്കറ്റ് മുമ്പിട്ട് ഞാൻ വിചാരിച്ച അവിടെ തീർന്നു. കാലെടുത്ത് വെക്കുമ്പോഴേ അപ്പുറത്ത് ഹോണടി കേൾക്കും. കാല് മാറ്റില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനവും ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആട്ടക്കാരൻ നോക്കി എന്നെ ചിരിച്ചെങ്കിലും ഞാൻ തിരിച്ച് മൈൻഡ് ചെയ്തില്ല. നമ്മുടെ നാട്ടിലെ നിയമം എല്ലാവർക്കും അറിയാം. കാരണം ഒരാൾ ക്രോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ എന്ന് പറയുന്നത്. ആ ഒരു മാനേജ് എത്ര പേര് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ കാലെടുത്ത് വെച്ച് ക്രോസ് ചെയ്യാൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുമ്പോഴേ അപ്പുറത്ത് ഹോൺ അടിക്കും. കാരണം ഇറങ്ങല്ലേ, ഞാൻ പോയിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇവിടെ എല്ലാവരും എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ആക്ച്വലി 100 പേര് പോയി കഴിഞ്ഞാൽ ഒരാൾ നിർത്തി തരുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒന്ന് വലത്തോട്ട് നോക്കിയപ്പോൾ 2 അറ്റം കൂട്ടിമുട്ടിക്കുന്ന ടീമുകൾ വരുന്നു. ചവിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ചവിട്ടിയതാണ്. നേരെ ഇവിടെ സീബ്ര ക്രോസ് നടുക്കി ഔട്ടിട്ട് അവരെ ഇറക്കി അവരെ പാട്ടിന്. പിന്നെ ഞാൻ ഒന്നുകൂടെ ഇറക്കാൻ ശ്രമിക്കും. ഞാൻ 1 കാലിന് വരെ 2 കാലും 3 കാലും വെച്ചെങ്കിലും അവിടുന്ന് 3 ഹോൺ 4 ഹോണൊക്കെ ആയിട്ട് ഇങ്ങോട്ട് 100-120 വണ്ടികൾ കൂടെ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ അധികം റിസ്ക് എടുത്തില്ല. പോയാൽ എനിക്കും എന്റെ കുടുംബത്തിനും പോകുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി പറയാനുള്ള ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്താണ് റോഡിൽ ഈ മഞ്ഞ വരെയും വെള്ളം വരെയൊക്കെ എന്തിനാണെന്ന് ഈ അണ്ടി പരിപ്പെന്ന് പറഞ്ഞ് പോകുന്ന മാർത്ത് പിടിച്ചെടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുക. റോഡിൽ എന്തിനാ മഞ്ഞ വരെയും വെള്ളം വരെയൊക്കെ ഇട്ടേക്കുന്നത് ഈ പോകുന്നവരുടെ വെച്ച് അവൻ പറയാം റോഡ് ഡിസൈൻ ഇട്ടേക്കുന്നു. ആ തരത്തിലാണ് വണ്ടി ഓടിക്കുന്നത്. പ്രൈവറ്റ് ബസ് നിർത്തുന്നതാണ് ക്രോസ് ചെയ്യാൻ പോയ ചേച്ചി ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ആ ട്രാൻസ്പോർട്ട് ബസ്സിന് മുമ്പേ ആ ചേച്ചി ഇരുന്ന് പോയത്. ആ തരത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയത്.